ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഷാരി സയൻസ് വേൾഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്ലാസ് 6 പാർട്ട് 2 ലെസൺസ് ആണ് ഇന്ന് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ലെസൺ ഒന്നിച്ചു നിൽക്കാം എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആവാസ വ്യവസ്ഥ, ആഹാര ശൃംഖല ഇതിനെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു അക്വേറിയം കൊടുത്തിട്ടുണ്ട്. അക്വേറിയത്തിൽ മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ എന്തെല്ലാമാണെന്നൊക്കെ അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അറിയാമല്ലോ, ഏതൊരു ജീവജാലത്തിനും ജീവിക്കണമെങ്കിൽ ഓക്സിജൻ, അതായത് എയർ, വാട്ടർ ഇതൊക്കെ അത്യാവശ്യമാണ് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാടിൽ നമ്മൾ ആശ്രയിച്ച് കഴിയുന്ന കുറേ ഘടകങ്ങളുണ്ട്. അതായത് ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഒരുമിച്ച്, അതായത് പരസ്പരം ഒരു പരസ്പരം കണക്ട് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉണ്ട്. ജീവീയ ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ളവ, അതായത് ജീവികളെയാണ്, ഓർഗാനിസംസ്, എല്ലാ ഓർഗാനിസംസിനെയും നമ്മൾ ജീവീയ ഘടകങ്ങളിൽ പെടുത്താം, ബാക്ടീരിയ മുതൽ വലിയ ഓർഗാനിസം വരെ. അജീവീയ ഘടകങ്ങളാണ് മണ്ണ്, വെള്ളം, അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും എയർ, ഓക്സിജൻ, ഇതൊക്കെ അജീവീയ ഘടകങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ഈ ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ചുറ്റുപാട്, അതായത് ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ. അപ്പോൾ ആവാസ വ്യവസ്ഥ അഥവാ എക്കോസിസ്റ്റം എന്താണെന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ. അതായത് ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും തമ്മിലുള്ള ഒരു പരസ്പരം ഇൻട്രാക്ട് ചെയ്തിട്ട് ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാടിനെയാണ് നമ്മൾ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഒരു നെൽവയലുണ്ട്, അതേപോലെ തന്നെ ഒരു ഗാർഡൻ ഉണ്ട്, ഒരു പുഴ, കാട്. അപ്പോൾ ഇതെല്ലാം ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന പിക്ചേഴ്സിൽ ഈ ആവാസ വ്യവസ്ഥകൾ, ഇതിൽ ചിലത് നാച്ചുറലായിട്ടുണ്ടാവുന്നതാണ്, ചിലത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഗാർഡനും ആ വയലൊക്കെ ആണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആവാസ വ്യവസ്ഥയാണ്. പക്ഷേ കാടും അതേപോലെ പുഴയൊക്കെ നാച്ചുറലായിട്ടുണ്ടാവുന്ന ആവാസ വ്യവസ്ഥയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ആവാസ വ്യവസ്ഥകൾ 2 തരത്തിലുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ളതും അതേപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള 2 തരത്തിലുള്ള ആവാസ വ്യവസ്ഥകളുണ്ട്. ഇനി ഈ ആവാസ വ്യവസ്ഥയിൽ ഓരോ ജീവികളും പരസ്പരം കണക്ട് ചെയ്തിട്ട് പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മളൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പാമ്പ് ഒരു തവളേനെ തിന്നുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഓരോ ജീവിയും അവർ പരസ്പരം ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. അതായത് ആഹാരത്തിന് വേണ്ടിയിട്ട് ഒരു ജീവി മറ്റൊരു ജീവിനെ ആശ്രയിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു പുൽച്ചാടി കൊടുത്തിട്ടുണ്ട്. ആ പുൽച്ചാടീനെ തവളയായിരിക്കും ഭക്ഷിക്കുന്നത്. ആ തവളേനെയാണ് പിന്നീട് പാമ്പ് ഭക്ഷിക്കുന്നത്. അപ്പോൾ അതൊരു ശൃംഖലയായി, അതായത് അവർ ആഹാരത്തിന് വേണ്ടി ഒരു ജീവി മറ്റൊരു ജീവിനെ ആശ്രയിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ആഹാര ശൃംഖല എന്ന് പറയുന്നത്. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, ഇവിടെ 4 ജീവികൾ ഉൾപ്പെടുന്ന ഒരു ആഹാര ശൃംഖല കൊടുത്തിട്ടുണ്ട് അല്ലേ. ആഹാര ബന്ധങ്ങൾ അപ്പുറത്ത് ഒരു മാന് പുല്ല് തിന്നണു, അപ്പോൾ പുല്ല് മാന് കൊടുക്കാം, അതല്ലെങ്കിൽ പുൽച്ചാടി കൊടുക്കാം. പുൽച്ചാടിയെ തിന്നുന്ന കോഴി, അതിനെ തിന്നുന്ന ടൈഗറോ, ഒരുപാട് അനിമൽസ് കൊടുത്തിട്ടുണ്ട്. കോഴീനെ തിന്നുന്ന കുറുക്കൻ. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഈ ജീവികളെ നമുക്ക് പരസ്പരം കണക്ട് ചെയ്തിട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ ഇവിടെ പുല്ല് കൊടുത്തതിന് നമുക്ക് ആ പുല്ലിന്ന് മാനിലേക്ക് കണക്ട് ചെയ്യാം, പുൽച്ചാടിയിലേക്ക് കണക്ട് ചെയ്യാം, വേണമെങ്കിൽ കോഴിയിലേക്ക് കണക്ട് ചെയ്യാം. അങ്ങനെ പരസ്പരം നമുക്ക് കണക്ട് ചെയ്തിട്ട് ഇതൊരു ശൃംഖലാ ജാലമാക്കാം നമുക്ക്. അപ്പം മുകളിൽ പറഞ്ഞത് ഒരെണ്ണമുള്ളത്, അതായത് ഒരൊറ്റ സിംഗിൾ ലൈനായിട്ടുള്ളത് ആഹാര ശൃംഖലയും, ഇതിനെ നമുക്ക് ആഹാര ശൃംഖലാ ജാലവുമാക്കിയിട്ട് മാറ്റാം. അപ്പം നമുക്കതൊന്ന് നോക്കാം.
ഭക്ഷ്യശൃംഖലകളിലെ ആദ്യ കണ്ണി എപ്പോഴും ഹരിതസസ്യമായിരിക്കും. ഇപ്പം നമ്മൾ ഈ കണ്ടതിൽ എല്ലാത്തിലും ആദ്യത്തെ ജീവി എന്ന് പറയുന്നത് ഒരു സസ്യമായിരിക്കും, ഹരിതസസ്യമായിരിക്കും. അവസാനത്തെ കണ്ണിയായി വരുന്നത് മാംസഭോജികളായിരിക്കും. അപ്പോൾ ആദ്യത്തെ സസ്യങ്ങളും അവസാനത്തെ മാംസഭോജികളായിരിക്കും. ഇടയ്ക്കുള്ളവയ സസ്യഭോജികളോ മിശ്രഭോജികളോ ആകാം. അപ്പോൾ ഇടയ്ക്കുള്ളത് വേണമെങ്കിൽ മാറിയിട്ട് സസ്യഭോജികളും മിശ്രഭോജികളൊക്കെ ആയിട്ട് വരാം. പക്ഷെ ലാസ്റ്റ് ഉള്ളത് മാംസഭോജികളും ആദ്യമുള്ളത് സസ്യങ്ങളും ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു ആഹാരബന്ധം കൊടുത്തിട്ടുണ്ട്. പുല്ല് തിന്നുന്ന ആട്, മുയൽ. ഇനി ആടിനെയും മുയലിനെയും തിന്നുന്ന സിംഹം ആവാം, പുലി ആവാം, അല്ലെങ്കിൽ മനുഷ്യനാവാം. അതേപോലെ തന്നെ മാനിന്, അതായത് പുല്ല് തിന്നുന്ന മാനാവാം, ആ മാനിനെ തിന്നുന്ന സിംഹവും പുലിയും ഏതെങ്കിലും ആവാം. അതായത് പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആണ്. അതേപോലെ പുല്ല് തിന്നുന്ന പുഴുവാവാം, പുൽച്ചാടി ആവാം, അതിനെയൊക്കെ തിന്നുന്ന കോഴിയോ തവളയോ ഓന്തോ എന്തെങ്കിലും ആവാം. ആ തവളേനെ ഓന്തിനെയൊക്കെ തിന്നുന്ന പാമ്പാവാം, പാമ്പിനെ തിന്നുന്ന പരുന്താവാം. അപ്പം അങ്ങനെ പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ആഹാര ശൃംഖലാജാലം ഉണ്ടാക്കാം. അതായത് വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതാണ് ഭക്ഷ്യശൃംഖലാജാലം. അപ്പോൾ ഭക്ഷ്യശൃംഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 4 അല്ലെങ്കിൽ 5 അനിമൽസ് പരസ്പരം ഇൻ്റർ കണക്ട് ചെയ്തിട്ട് അവർ ആഹാരം പരസ്പരം ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ഭക്ഷ്യശൃംഖല എന്ന് പറയുന്നത്. ആ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാവുന്നതിനെയാണ് ഭക്ഷ്യശൃംഖല ജാലം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഹരിതസസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ അവ ഉൽപ്പാദകർ എന്നറിയപ്പെടുന്നു. ആഹാരത്തിനായി മറ്റ് ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ ഉപഭോക്താക്കൾ എന്ന് വിളിക്കുന്നു. അതായത് ഇവിടെ ഹരിതസസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഉൽപ്പാദകർ, ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നവർ ഉൽപ്പാദകർ എന്ന് പറയും. അതേപോലെ ബാക്കിയുള്ളവ മറ്റുള്ളവയെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഉപഭോക്താക്കൾ എന്നാണ് വിളിക്കുക. ഓക്കെ, കൺസ്യൂമേഴ്സ്. നമ്മൾ അത് കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കൾ 2-3 തരത്തിലുണ്ട്. പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെർഷ്യറി കൺസ്യൂമേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ആദ്യത്തെ വരുന്നത് പ്രൈമറി, പിന്നത്തെ സെക്കൻഡറി, അങ്ങനെ 2-3 സ്റ്റെപ്പുകളായിട്ട് വരാം. അതായത് പ്രാഥമിക ഉപഭോക്താക്കൾ, ദ്വിതീയ ഉപഭോക്താക്കൾ, തൃതീയ ഉപഭോക്താക്കൾ, അങ്ങനെ ചെയിനായിട്ടാണ് വരിക. ഓക്കെ, ഇനി ലാസ്റ്റ് വരുന്ന ചെറിയ ബാക്ടീരിയ, ഫംഗസ്, ഇങ്ങനത്തെയൊക്കെ ഓർഗാനിസംസ് ഉണ്ട്. അതായത് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന ജീവികളാണ് ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയവയ്ക്ക്. അവരെയാണ് നമ്മൾ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. ഡീകമ്പോസേഴ്സാണ് ജൈവാവശിഷ്ടങ്ങളെയൊക്കെ വിഘടിപ്പിച്ചിട്ട് പോഷക ഘടകങ്ങളാക്കിയിട്ട് മാറ്റുന്നത്. മനസ്സിലായല്ലോ? ഇനി ആഹാര ശൃംഖല ജാലം, അതിൻ്റെ ഒരു റൗണ്ട് സ്ട്രക്ചറാണ്. ഇവിടെ പോഷക ഘടകങ്ങൾ. ആദ്യം ഉൽപ്പാദകർ തൊട്ടിട്ട് നോക്കാം. നമ്മൾ ഉൽപ്പാദകരെ ആഹാരമാക്കുന്നത് ഉപഭോക്താക്കളാണ്. ഉപഭോക്താക്കളുടെ മൃതാവശിഷ്ടങ്ങളാണ്, വിഘാടകരാണ് അവരെ വിഘടിപ്പിച്ച് പോഷക ഘടകങ്ങളാക്കിയിട്ട് മാറ്റുന്നത്. ആ പോഷക ഘടകങ്ങൾ വീണ്ടും ഉൽപ്പാദകർ ആഗിരണം ചെയ്യും. അതായത് എന്തെങ്കിലും ജീവികളൊക്കെ ചത്ത് അത് മണ്ണിനോട് അഴുകിച്ചേർന്നാൽ അത് വീണ്ടും അതിൽ നിന്ന് കിട്ടുന്ന പോഷക ഘടകങ്ങൾ സസ്യങ്ങൾ ആഗിരണം ചെയ്യും. വീണ്ടും സസ്യങ്ങളെ ഉപഭോക്താക്കൾ കൺസ്യൂം ചെയ്യും. വീണ്ടും തിരിച്ച് ഉപഭോക്താക്കളുടെ മൃതാവശിഷ്ടങ്ങൾ വിഘാടകരെടുക്കും. അങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ലെസൺ നോക്കാം. അപ്പോൾ അടുത്ത ലെസൺ ആകർഷിച്ചും വികർഷിച്ചും. അപ്പോൾ ഇതിൽ നമ്മൾ കാന്തങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. കാന്തങ്ങൾ എന്താണെന്നറിയാലോ, നമ്മൾ ഇരുമ്പിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന വസ്തുക്കളാണ് കാന്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ ടൈപ്പ് കാന്തങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ കാന്തത്തിൻ്റെ കണ്ടുപിടുത്തം, അതേപോലെ കാന്തത്തിനെ ആകർഷിക്കുന്ന വസ്തുക്കൾ, കാന്തം ആകർഷിക്കാത്ത വസ്തുക്കൾ. നമുക്കറിയാം ഏതൊക്കെ വസ്തുക്കളാണ് ആകർഷിക്കുന്നത് എന്ന് അല്ലേ. ഇരുമ്പ്, അലുമിനിയം, അത് കുറച്ച് മെറ്റാലിക് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് കാന്തത്തിനെ ആകർഷിക്കുന്നവ. ഇരുമ്പ്, നിക്കൽ, അങ്ങനത്തെ കുറച്ച് മെറ്റീരിയൽസ്. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക്കോ ഗ്ലാസ്, ഇതൊന്നും കാന്തത്തിനെ ആകർഷിക്കാത്ത വസ്തുക്കളാണ്.
അപ്പോൾ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ കാന്തിക വസ്തുക്കൾ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്നും ആകർഷിക്കാത്തവയെ അകാന്തിക വസ്തുക്കൾ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്നും പറയുന്നു. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക് എന്നിവ കാന്തിക വസ്തുക്കളാണ്. ഇരുമ്പ്, കൊബാൾട്ട്, നിക്കൽ, ഉരുക്ക് ഇത്രയുമാണ് കാന്തിക വസ്തുക്കൾ. ബാക്കിയുള്ളവ ഒരുവിധം എല്ലാ വസ്തുക്കളും അകാന്തിക വസ്തുക്കളാണ്, അതായത് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആണ്. ഇനി കാന്തത്തിൻ്റെ കണ്ടുപിടുത്തത്തിനെ പറ്റിയിട്ട് ഒരു ബോക്സിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാന്തം കണ്ടുപിടിച്ചത് ഒരു ആട്ടിടയനാണ്, അതായത് ഗ്രീക്കുകാരനായിട്ടുള്ള ഒരു ആട്ടിടയനാണ് ഈ കാന്തത്തിനെ പറ്റി കണ്ടുപിടിച്ചിരിക്കുന്നത്. മാഗ്നസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ആടുകളെ മേയ്ക്കാൻ പോകുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വടി ഒരു പാറയുമേൽ പറ്റിപ്പിടിച്ചു. അതായത് പാറ വടീനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് വടിയുടെ അറ്റത്ത് ഇരുമ്പുണ്ട്, അപ്പോൾ ആ ഇരുമ്പിനെ പാറ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, ആകർഷിക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അതിൽ നിന്നാണ് ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിവുള്ള ലോഡ് സ്റ്റോൺ ആണെന്ന് ആകർഷിക്കാൻ കഴിവുള്ള ലോഡ് സ്റ്റോൺ ആ പാറകളിലുണ്ട് എന്ന് കണ്ടുപിടിച്ചത്. അതായത് ആ പാറകളെയാണ് അദ്ദേഹം ലോഡ് സ്റ്റോൺ എന്ന് വിളിച്ചത്. അപ്പോൾ ഈ ആട്ടിടയനാണ് ആ പാറകളെ മാഗ്നറ്റൈറ്റ് എന്ന് അദ്ദേഹം വിളിക്കാൻ തുടങ്ങി. അതായത് നാച്ചുറലിൽ കാണുന്ന നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്ന കാന്തങ്ങളെയാണ് മാഗ്നറ്റൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇരുമ്പിനെ അട്രാക്റ്റ് ചെയ്യുന്ന, ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിവുള്ള ലോഡ് സ്റ്റോൺ ആയിരുന്നു ആ പാറ. ആ പാറകളെ ഗ്രീക്കുകാരാണ് മാഗ്നറ്റൈറ്റ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയിലെ കാന്തങ്ങളെ മാഗ്നറ്റൈറ്റ് എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നീട് ഇരുമ്പ്, ഉരുക്ക് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് കാന്തം നിർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്നതാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. പിന്നീട് ഇരുമ്പും ഉരുക്കൊക്കെ ഉപയോഗിച്ചിട്ട് കാന്തങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. അതാണ് കൃത്രിമ കാന്തങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന കാന്തങ്ങളാണ് കൃത്രിമ കാന്തങ്ങൾ. അപ്പം ഇനി കാന്തങ്ങൾ വിവിധ ഷേപ്പുകളിലുണ്ട്. അതായത് ഓരോ ഉപകരണങ്ങളുടെയും പ്രത്യേകത അനുസരിച്ചിട്ടാണ് നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന കാന്തത്തിൻ്റെ വലുപ്പവും ആകൃതിയും അതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഓരോ ഉപകരണത്തിലും വിവിധ ഷേപ്പിലുള്ള കാന്തങ്ങളായിരിക്കും. ഇപ്പം നമ്മൾ മിനി മോട്ടോറിൻ്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത് ഒരു ചാപ്പ രൂപത്തിലുള്ള ഒരു കാന്തമാണ്. അതായത് റിംഗ് ട്യൂബ് കാന്തങ്ങളും ഒക്കെയാണ് അതിൽ ഉപയോഗിക്കാറ്. ഇനി ബാർ കാന്തമുണ്ട്, യു കാന്തമുണ്ട്, ഡിസ്ക് ടൈപ്പിലുള്ള കാന്തമുണ്ട്, റിംഗ് കാന്തം. ഇത് നമ്മൾ റേഡിയോയിലൊക്കെ കാണുന്നതാണ് റിംഗ് കാന്തം കേട്ടോ. ആർക്ക് കാന്തം, സിലിണ്ട്രിക്കൽ കാന്തം. അതായത് ഓരോ ഷേപ്പിലുള്ള കാന്തങ്ങൾ അവൈലബിൾ ആണ്. ഇരുമ്പിൻ്റെ കൂടെ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നീ ലോഹങ്ങൾ ചേർത്തുണ്ടാക്കുന്ന അൽനിക്കോ എന്ന ലോഹസങ്കരം ഉപയോഗിച്ചാണ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. അതായത് ഇരുമ്പ്, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് തുടങ്ങിയ ലോഹങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്, കാന്തങ്ങൾ ഉണ്ടാക്കുന്നത്. നിയോഡിമിയം, സമേറിയം തുടങ്ങിയ പദാർത്ഥങ്ങളും കാന്തം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. അപ്പം നിയോഡിമിയം, സമേറിയം തുടങ്ങിയ പദാർത്ഥങ്ങളും കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഇനി കാന്തങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നത്, അതായത് കാന്തങ്ങൾ നമ്മൾ ഏതിലൊക്കെ ഉപയോഗിക്കാമെന്ന് നമുക്കറിയാം അല്ലേ. ഒരുവിധം ഇലക്ട്രോണിക് അപ്ലയൻസസിൽ, ഈവൻ ഒരു ടോയ് കാറിൽ പോലും നമുക്ക് കാന്തങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ സ്പീക്കറിൽ കാന്തങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. റിങ് കാന്തങ്ങളാണ് സ്പീക്കറിലൊക്കെ ഉപയോഗിക്കാറ്. അതേപോലെ മൊബൈൽ ഫോണിൽ, ഹെഡ്ഫോണിൽ, ഏത് ഇലക്ട്രിക് അപ്ലയൻസസിലൊക്കെ നമുക്ക് കാന്തങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ സൗണ്ട് ബോക്സിലെ സ്പീക്കർ വലുതും ഹെഡ്ഫോണിൽ ഉപയോഗിക്കുന്ന സ്പീക്കർ ചെറുതും. അതായത് ആ കാന്തത്തിൻ്റെ വലുപ്പം ആ സ്പീക്കറിൻ്റെ പവറിനനുസരിച്ചിട്ട് അതിൻ്റെ വലുപ്പം വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ. അതായത് വലിയ കാന്തങ്ങളും ചെറിയ കാന്തങ്ങളും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിനി മോട്ടോർ ഇവിടെ കണ്ടോ, അതിലുപയോഗിക്കുന്ന കാന്തത്തിൻ്റെ ഷേപ്പ് കണ്ടോ. അപ്പോൾ ഒരു ആർക്ക് രൂപത്തിലുള്ള, അതായത് ചാപ്പ രൂപത്തിലുള്ള കാന്തങ്ങളാണ് മിനി മോട്ടോറിലൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ കാന്തങ്ങളുടെ അഗ്രങ്ങൾ, അതായത് നമ്മൾ കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ട് അല്ലേ, ഒന്ന് നോർത്തും ഒന്ന് സൗത്തും. അതായത് കാന്തത്തിൻ്റെ 2 ധ്രുവങ്ങൾ സെയിം ആണെങ്കിൽ അത് വികർഷിക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ 2 കാന്തങ്ങൾ എടുക്കുക, രണ്ടിൻ്റെയും നമ്മൾ നോർത്തും കൂടെ അട്രാക്റ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അത് വികർഷിക്കും. അതായത് സെയിം പോൾസ് വികർഷിക്കും, ഡിഫറെൻറ്റ് പോൾസ് അട്രാക്റ്റ് ചെയ്യും. അതാണ്
കാന്തത്തിൻ്റെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെ നമ്മളൊരു കാന്തത്തിന് ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കാന്തവും തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുക. അപ്പം നമ്മളിങ്ങനെ തൂക്കിയിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ബാർ മാഗ്നറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് നോർത്ത് സൗത്ത് മാർക്ക് ചെയ്ത മാഗ്നറ്റ് കിട്ടും. അപ്പം നമുക്കറിയാം അത് ഏത് ദിശയിലാണ് നിൽക്കുന്നത്. നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അത് നിൽക്കുക. അതേപോലെ തന്നെ അത് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഉപകരണമാണ് നമ്മൾ വടക്ക് നോക്കി യന്ത്രം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ കപ്പൽ യാത്രയ്ക്കും അല്ലെങ്കിൽ ഏതെങ്കിലും കാടുകളിലേക്കൊക്കെ പോകുമ്പോൾ പണ്ടുള്ള ആൾക്കാർ യൂസ് ചെയ്തിരുന്നതാണ് വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നത്. അതായത് അത് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് അതിൻ്റെ ആ നീഡിൽ നിൽക്കുള്ളൂ. അപ്പോൾ കാന്തം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു ത്രെഡിൽ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും അതൊരു നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇരുമ്പ് പൊടി ശേഖരിക്കുകയാണെങ്കിൽ നമ്മൾ കാന്തത്തിന് നമ്മൾ മുറ്റത്ത് എവിടെയെങ്കിലും വരച്ച് ഇരുമ്പ് പൊടി ശേഖരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആ കാന്തത്തിൻ്റെ ഏത് ഭാഗമായിരിക്കും അട്രാക്റ്റ് ചെയ്യുക? കാന്തത്തിൻ്റെ പോൾസ് ആയിരിക്കും, അതായത് അതിൻ്റെ ധ്രുവങ്ങളായിരിക്കും കൂടുതൽ ഇരുമ്പ് പൊടീനെ അട്രാക്റ്റ് ചെയ്യുന്നത്. അതായത് എല്ലാ ഭാഗത്തും അട്രാക്റ്റ് ചെയ്യൽ കുറവായിരിക്കും, അട്രാക്റ്റീവ് പവർ കൂടുതലുള്ളത് അതിൻ്റെ പോൾസിലായിരിക്കും. ഇപ്പോൾ ഇവിടെ യു കാന്തായാലും ബാർ കാന്തായാലും ഏതായാലും അതിൻ്റെ ആ പോൾസ് ആയിരിക്കും, അതിൻ്റെ ധ്രുവങ്ങളായിരിക്കും അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കാന്തത്തിൻ്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങളെയാണ് നമ്മൾ കാന്തിക ധ്രുവങ്ങൾ എന്ന് പറയുന്നത്. അതായത് മാഗ്നറ്റിക് പോൾസ്, കാന്തിക ശക്തി കൂടിയ അഗ്രഭാഗങ്ങൾ. ഓക്കെ, നമ്മൾ പറഞ്ഞു കാന്തം തൂക്കിയിട്ട് കഴിഞ്ഞാൽ എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും നിൽക്കുക. അതേപോലെ തന്നെ വടക്ക് നോക്കി യന്ത്രം പറഞ്ഞു, അതിൻ്റെ നീഡിൽ എപ്പോഴും ആ റെഡ് കളറുള്ളത് നോർത്തിലേക്കായിരിക്കും, അതായത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആയിരിക്കും എപ്പോഴും ഈ ഇതിന് ഉണ്ടായിരിക്കുക. വടക്ക് നോക്കി യന്ത്രം ദിശ അറിയാനാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾക്ക് കാന്തത്തിൻ്റെ ഒരു കാന്തം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആകർഷണ ശക്തി, അതായത് കാന്തത്തിൻ്റെ ഒരേ തരം ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങൾ എന്നും വ്യത്യസ്ത തരം ധ്രുവങ്ങളെ നമ്മൾ വിജാതീയ ധ്രുവങ്ങൾ എന്നും പറയും. അതേപോലെ തന്നെ കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യും. അറിയാലോ, അതായത് ഒരേ ധ്രുവങ്ങൾ വികർഷിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യും. പിന്നെ കാന്തം വെച്ച് കഴിഞ്ഞാൽ ആ കാന്തത്തിൻ്റെ ശക്തി കുറച്ച് ദൂരം വരെ ഉണ്ടാവും. ആ കാന്തത്തിൻ്റെ ശക്തി കാന്തത്തിൻ്റെ ധ്രുവത്തിനോട് അടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതലും അകന്നു പോകുന്തോറും കാന്തിക ശക്തി കുറവുമായിരിക്കും. കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ നമ്മൾ കാന്തിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നു. അതായത് കാന്തിക ശക്തി അനുഭവപ്പെടുന്ന ആ മേഖല, കാന്തത്തിൻ്റെ ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലനെയാണ് നമ്മൾ കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പിന്നെ ഇതിൽ കളിപ്പാട്ടം നിർമ്മിക്കാം, കാന്തം നിർമ്മിക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ലെസൺ തിങ്കളും താരങ്ങളും. ഈ ലെസണിൽ നമ്മൾ ഭൂമിയുടെ ഭ്രമണം, പരിക്രമണം, അതേപോലെ രാവും പകലും എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിതിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ ഭൂമിയുടെ ഷേപ്പൊക്കെ പറയുന്നുണ്ട്, ഗോളാകൃതിയാണ്. അതേപോലെ ഭൂമിക്കും ചന്ദ്രനും പ്രകാശം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. അതേപോലെ ഭൂമിയുടെ കറക്കം മൂലമാണ് നമുക്ക് രാത്രിയും പകലും അനുഭവപ്പെടുന്നത്. അതായത് ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നുണ്ട്. അതാണ് ഉദയാസ്തമയങ്ങൾക്ക് കാരണമാവുന്നത്. അറിയാലോ, അതായത് ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ചന്ദ്രൻ 1/3 ദിവസം കൊണ്ടാണ് ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്. അതായത് ചന്ദ്രൻ ഭൂമിയുടെ ചുറ്റും കറങ്ങുകയാണെന്ന് നമുക്കറിയാം. അപ്പോൾ 1/3 ദിവസമാണ് അതിന് ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ചന്ദ്രന് ആവശ്യമായിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് പരിക്രമണ പാതയിൽ ചന്ദ്രൻ്റെ അതായത് ചന്ദ്രൻ പ്രകാശിക്കുന്ന ഭാഗവും അതായത് അതിൻ്റെ പ്രകാശം ഇല്ലാത്ത ഭാഗവും നമുക്ക് കാണുന്നതിൻ്റെ വ്യത്യാസമാണ് നമുക്ക് ആ വൃദ്ധിക്ഷയങ്ങളുണ്ടല്ലോ, ആ വൃദ്ധിക്ഷയങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പം അത് പറയാം. അതിന് മുന്നേ ഭൂമി ഭ്രമണം ചെയ്യുന്നുണ്ട് എന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. ആ ഭൂമിയുടെ ഭ്രമണമാണ് നമുക്ക് രാത്രിയും പകലും മാറി മാറി വരാൻ കാരണം. മനസ്സിലായല്ലോ?
അപ്പോൾ ഉദയവും അസ്തമയവും അങ്ങനെ തന്നെയാണ്, നമുക്ക് രാത്രിയും പകലും ഉദയവും അസ്തമയവും അതൊക്കെ അനുഭവപ്പെടുന്നത് ഈ ഭൂമിയുടെ ഭ്രമണം മൂലമാണ് കേട്ടോ. ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് ഉദയവും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അസ്തമയവും അനുഭവപ്പെടുന്നു. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ചന്ദ്രൻ്റെ ആകാശപാത പറഞ്ഞു. 27 1/3 ദിവസം വേണം ചന്ദ്രന് ഒരു വട്ടം ഭൂമിനെ പരിക്രമണം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് നോക്കാം, എങ്ങനെയാണ് ചന്ദ്രൻ പരിക്രമണം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ നമുക്ക് ദൃശ്യമാകുന്നത്. അതായത് നമുക്കറിയാമല്ലോ, ചന്ദ്രൻ ഇങ്ങനെ വെളുത്ത വാവ് കഴിഞ്ഞ് ഓരോ ദിവസവും അങ്ങനെ അത് കുറഞ്ഞ് വന്ന് ലാസ്റ്റ് അമാവാസിയാവുന്നത്. അപ്പോൾ ആ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ നമുക്ക് കാണുന്നത് എന്തുകൊണ്ടാണ്? പരിക്രമണ പാതയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസങ്ങൾ മൂലമാണ് നമുക്ക് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. അതായത് അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടുതലായിട്ട് കാണുന്നതാണ് വൃദ്ധി. പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതാണ് ക്ഷയം. അതായത് വൃദ്ധിക്ഷയങ്ങൾ നമ്മൾക്ക് പറയുന്നുണ്ടല്ലോ നമ്മൾ. അപ്പോൾ ആ ഒരിത് പഠിച്ചു വെച്ചോളാം. പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതാണ് ക്ഷയം. അപ്പോൾ പ്രകാശിത ഭാഗം കാണുന്നത് കൂടി വരുന്നതാണ് വൃദ്ധി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പം നമ്മൾ ചന്ദ്രൻ്റെ കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് ഇത് നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി. 27 1/3 ദിവസം എടുത്താണ് ചന്ദ്രൻ പരിക്രമണം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകാശഗോളങ്ങൾ, പിന്നെ നക്ഷത്രങ്ങളാണ് പഠിക്കാനുള്ളത്. നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ്. ഇപ്പം നമ്മൾ ചന്ദ്രനായാലും ഭൂമിയായാലും സ്വയം പ്രകാശിക്കാൻ വയ്യ, സൂര്യനിൽ നിന്നാണ് പ്രകാശം ആഗിരണം ചെയ്യുന്നത്. പക്ഷെ നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ തിളങ്ങുന്നുണ്ടല്ലോ, അതിന് കാരണം എന്താണെന്നറിയോ? നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശം അന്തരീക്ഷത്തിൻ്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായിട്ട് അതിന് ദിശാമാറ്റത്തിന് വിധേയമാവും. ആ ദിശാമാറ്റം അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ നമുക്ക് മിന്നുന്നതായിട്ട് തോന്നുന്നത്. അറിയാലോ, അതായത് സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. അപ്പോൾ ആ നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശം അത് അന്തരീക്ഷത്തിൻ്റെ വിവിധ പാളികൾക്കൂടെ കടന്നു വരുമ്പോൾ അതിന് ദിശാമാറ്റം സംഭവിക്കും. ആ ദിശാമാറ്റമാണ് നമുക്ക് നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് തോന്നുന്നത്. ഇനി നക്ഷത്രങ്ങളുടെ വലിപ്പം അത്രയും, നമ്മൾ സൂര്യൻ ഒരു നക്ഷത്രമാണെന്നറിയാം. അപ്പോൾ സൂര്യന് ഏകദേശം ഒരു 12 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാനുള്ള അത്രയും വലിപ്പം സൂര്യനുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് നോക്കുന്നത് കൊണ്ടാണ് നമുക്ക് അത് അത്രയും ചെറുതായിട്ട് തോന്നുന്നത്. അപ്പോൾ ഏറ്റവും വലിപ്പമുള്ള ഒരു നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബാക്കി എല്ലാ നക്ഷത്രങ്ങളും ഒരുപാട് വലുപ്പമുള്ളവയാണ്. നമ്മളത് ഒരുപാട് ദൂരത്തു നിന്ന് നോക്കുന്നത് കൊണ്ടാണ് നമുക്കത് വലുപ്പം കുറവായിട്ട് നമുക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി നമുക്ക് നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാം. നക്ഷത്രങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്പിൽ ഇങ്ങനെ നക്ഷത്രങ്ങൾ കാണാൻ പറ്റില്ലേ? ഇപ്പോൾ ആകാശത്ത് നമ്മൾ വടക്ക് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം തിളക്കമുള്ള 7 നക്ഷത്രങ്ങൾ നമുക്കിങ്ങനെ കാണാം. അതിനെ ചേർത്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തവിയുടെയൊക്കെ ഒരു ചിത്രം കിട്ടുന്ന രൂപത്തിലായിരിക്കും ആ 7 നക്ഷത്രങ്ങൾ. അതേപോലെ തന്നെ വേനൽക്കാലത്തും അതേപോലെ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെയാണ് നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നത്. ഇനി അതല്ലാതെ വേറൊരു നക്ഷത്രം കൂടെ ഉണ്ട്, നമ്മൾ വേട്ടക്കാരൻ എന്ന് പറയും, ഓറിയോൺ എന്ന് പറയും ഇംഗ്ലീഷിൽ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ കുറച്ച് നക്ഷത്രങ്ങളെ ചേർത്ത് വരയ്ക്കുമ്പോൾ അതൊരു വേട്ടക്കാരൻ്റെ രൂപത്തിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പണ്ട് മരുഭൂമിയിലും കടലിലൊക്കെ താമസിച്ചിരുന്ന ആൾക്കാർ ദിശ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വേട്ടക്കാരെന്ന് പറഞ്ഞിട്ടുള്ള നക്ഷത്രത്തിനെയൊക്കെ നിരീക്ഷിച്ചിരുന്നത്. അതായത്
ഇതിൻ്റെ വലത് ചുമലിൽ കുറച്ച് വലിയൊരു നക്ഷത്രം ഉണ്ട് അല്ലേ, ചുവന്ന് കാണുന്ന നക്ഷത്രം. ആ നക്ഷത്രത്തിനാണ് നമ്മൾ തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വേട്ടക്കാരൻ്റെ രൂപം വെച്ച് അങ്ങനെ ദിശ നോക്കാനൊക്കെ ആൾക്കാർ യൂസ് ചെയ്തിരുന്നതാണ് ഈ ഒരു ഷേപ്പ്, നക്ഷത്രങ്ങൾ ചേർന്നുണ്ടാവുന്ന ഈ ഒരു ഷേപ്പ്. ഇനി ഇതല്ലാതെ വേറെയും ഷേപ്പുകളുണ്ട്. ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് കാശ്യപി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷേപ്പ്. ഇത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിലാണ്, സന്ധ്യാസമയത്ത് വടക്ക് ഭാഗത്താണ് ഇത് കാണുക കേട്ടോ, കാശ്യപി. ഇനി വേറൊരെണ്ണം കൂടെ ഉണ്ട്, നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മലയാള മാസങ്ങളും താരാഗണങ്ങളും. അത് നമുക്കറിയാലോ, ഓരോ മാസത്തിനും ഓരോ നക്ഷത്ര കൂട്ടങ്ങൾ, അതായത് ആ നക്ഷത്ര കൂടിച്ചേർന്നാൽ ഉണ്ടാകുന്ന ഷേപ്പുകളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തലയ്ക്ക് മുകളിൽ നിന്ന് അല്പം മാത്രം തെക്കുമാറി കാണുന്ന ശോഭയുള്ള ഒരു കൂട്ടം നക്ഷത്രങ്ങളാണ് ചിത്രത്തിൽ. ഇവയെ ക്രമമായി യോജിപ്പിച്ചപ്പോൾ എന്ത് രൂപമാണ് ലഭിച്ചത്? ആകാശത്തെ ഈ കൂറ്റൻ തേൾ രൂപമാണ് വൃശ്ചികം. വൃശ്ചികം എന്നത് ഒരു മലയാള മാസത്തിൻ്റെ കൂടി പേരാണല്ലോ. ഇതുപോലെ 12 മലയാള മാസങ്ങൾക്കും നക്ഷത്ര കൂട്ടങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഷേപ്പിലുള്ള നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ല നക്ഷത്രങ്ങൾ കാണുന്ന ദിവസം നമ്മൾ ടൈം എടുത്തിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഷേപ്പിലുള്ള നക്ഷത്ര കൂട്ടങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്ത ലെസൺ ചേർക്കാം പിരിക്കാം. ഇതിൽ നമ്മൾ തന്മാത്രകളെക്കുറിച്ചും അതേപോലെ മിശ്രിതത്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കൽക്കണ്ടത്തിൻ്റെ നിറം, മണം, അവസ്ഥ ഇതൊക്കെ എഴുതാൻ പറയുന്നുണ്ട്. അപ്പം നമുക്കറിയാമല്ലേ, ഓരോ വസ്തുക്കളും എക്സിസ്റ്റ് ചെയ്യുന്ന അവരുടെ അവസ്ഥകൾ, ഖരം, ദ്രാവകം, വാതകം, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പം ഇനി നമുക്ക് തന്മാത്ര എന്താണെന്ന് നോക്കാം. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിൽക്കുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള പദാർത്ഥങ്ങൾ തന്മാത്രകളാൽ നിർമ്മിതമാണ്. അപ്പോൾ ഏതൊരു പദാർത്ഥവും തന്മാത്രകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. അറിയാലോ, അപ്പം നമ്മൾ ശുദ്ധ പദാർത്ഥങ്ങളാണെങ്കിൽ ഒരേ തന്മാത്രകൾ കൂടിച്ചേർന്നതാണ് ശുദ്ധ പദാർത്ഥം എന്ന് പറയുന്നത്. അതായത് അതിൽ ഒരേ തരം തന്മാത്രകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് എക്സാമ്പിളാണ് കറിയുപ്പ്, അപ്പക്കാരം, അലുമിനിയം, ഓക്സിജൻ, കോപ്പർ, വെള്ളി, ഗ്ലിസറിൻ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, തുരിശ്, ഇതെല്ലാം ശുദ്ധ പദാർത്ഥങ്ങളാണ്. ഇതിലൊക്കെ ഒരേ തരത്തിലുള്ള തന്മാത്രകളാണ് കൂടിച്ചേർന്നിരിക്കുന്നത്. ഇനി എന്താണ് മിശ്രിതം? ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ മിശ്രിതം എന്ന് പറയാം. അതായത് ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ അടങ്ങിയതാണ് മിശ്രിതം എന്ന് പറയുന്നത്. അതായത് നമ്മൾ രണ്ട് സാധനങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുന്നത്. എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ലായനി, അതിൽ പഞ്ചസാരയുമുണ്ട് ജലവുമുണ്ട്. അപ്പോൾ 2 തന്മാത്രകൾ അതിൽ കൂടിയിട്ടുണ്ട്. സോഡ, അതിലും ജലവും കാർബൺ ഡൈ ഓക്സൈഡും. ഓക്സിജൻ, അതിൽ അടങ്ങിയ തന്മാത്ര ഓക്സിജൻ മാത്രമേ ഉള്ളൂ. വായുവിലാണെങ്കിൽ ഇഷ്ടംപോലെ തന്മാത്ര, നൈട്രജൻ, ഓക്സിജൻ, ജലകണങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം ഉണ്ട്. അപ്പോൾ ഓരോന്നിലും മെർക്കുറിയിലാണെങ്കിൽ മെർക്കുറി, ഇരുമ്പിൽ ഇരുമ്പ്, കോപ്പർ സൾഫേറ്റ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശുദ്ധപദാർത്ഥം, ഏതൊക്കെയാണ് മിശ്രിതങ്ങൾ എന്ന് നോക്കാനാണ്. അപ്പോൾ ഒരു തന്മാത്ര മാത്രം അടങ്ങിയത് ശുദ്ധപദാർത്ഥവും ഒന്നിലധികം തന്മാത്രകൾ അടങ്ങിയത് മിശ്രിതവുമാണ്. അപ്പോൾ ഇനി ഈ മിശ്രിതങ്ങൾ പലതരത്തിലുണ്ട്. അത് ഏതൊക്കെയാണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സ്, നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചർ, ഹെട്രോജീനിയസ് മിക്സ്ചർ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ഇതിൽ ഏകാത്മക മിശ്രിതം എന്നാണ് നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചറിന് പറയുക. അതായത് ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഭിന്നാത്മക മിശ്രിതം? അതായത് ഒരു മിശ്രിതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുക. ഇപ്പോൾ ഏകാത്മക മിശ്രിതമാണെങ്കിൽ നമ്മൾ
നമ്മൾ കുറച്ച് ഉപ്പുവെള്ളം അല്ലെങ്കിൽ പഞ്ചസാര വെള്ളം ഒക്കെ കലക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ ടേസ്റ്റ് ആയിരിക്കും അല്ലേ, ഒരേ രുചിയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഏകാത്മക മിശ്രിതം എന്ന് പറയുക. ഇനി നമ്മൾ അല്പം മോര് വെള്ളമാണെങ്കിൽ നമ്മളത് ഇളക്കാതെ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ ടേസ്റ്റ് ആയിരിക്കും. അതായത് വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ടേസ്റ്റിലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക അല്ലേ. അങ്ങനത്തതാണ് ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഭിന്നാത്മക മിശ്രിതവും ഏകാത്മക മിശ്രിതവും രണ്ടും വ്യത്യാസം മനസ്സിലായല്ലോ. എല്ലാ ഭാഗങ്ങളും ഒരേ ടേസ്റ്റ് ആണെങ്കിൽ അതിനെ ഏകാത്മക മിശ്രിതം എന്നും, വ്യത്യസ്ത ടേസ്റ്റുകളിലാണ് വ്യത്യസ്ത ഭാഗങ്ങൾ എങ്കിൽ അതിനെ ഭിന്നാത്മക മിശ്രിതം എന്നും പറയും. ഇനി നമുക്ക് ലായനി എന്താണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി 5th ഒരു ചാപ്റ്ററിൽ പഠിച്ചതാണ് ലീനം, ലായകം, ലായനി. അതായത് ലീനവും ലായകവും കൂടിച്ചേർന്നതാണ് ലായനി എന്ന് പറയുന്നത്. അതായത് ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാവുന്നതാണ് ലായനി. അപ്പം നാം ഉപയോഗിക്കുന്ന പല ലായനികളും ഒരു ഖരപദാർത്ഥം ദ്രാവകത്തിൽ ലയിച്ചവയാണ്. കൂടുതലും അങ്ങനെയാണ്. നമ്മൾ ഉപ്പുവെള്ളം, പഞ്ചസാര വെള്ളം എന്തായാലും അതിൽ ഒരു ഖരപദാർത്ഥവും ഒരു ദ്രാവക പദാർത്ഥവുമാണ്. പക്ഷെ അതല്ലാതെയും രണ്ടെണ്ണം ഖരപദാർത്ഥമായിട്ടുള്ള ലായനികളും ഉണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ 2 ജലപദാർത്ഥങ്ങളായിട്ടുള്ള ലായനികളും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കി നോക്കാം. ബ്രാസ് എന്ന് പറയുന്നത് നമ്മൾ പിച്ചള എന്നൊക്കെ പറയില്ലേ, അതൊരു ലായനിയാണ്. അതിൽ 2 വസ്തുക്കൾ കൂടിച്ചേർന്നിട്ടുണ്ട്. സിങ്ക്, കോപ്പർ എന്നീ 2 കൂടിച്ചേർന്നിട്ടുള്ളതാണ് പിച്ചള എന്ന് പറയുന്നത്. അതേപോലെ സോഡ, അത് നമ്മൾ ലായനിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ജലവും അതിൽ കാർബൺ ഡൈ ഓക്സൈഡാണ്, ഖരമല്ല, വാതകമാണ് കൂടിച്ചേർന്നിരിക്കുന്നത്. പിന്നെ ഗ്ലിസറിൻ, വെള്ളത്തിൽ ലയിച്ചിരിക്കുന്ന ഗ്ലിസറിനും ജലവും അതും ഒരു ലായനിയാണ്. പിന്നെ വായു, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് വെറും വാതകങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് വായു ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ലായനികളുണ്ട്. അതായത് വെറും ഒരു ഖരവും ഒരു ദ്രാവകവും ജോയിൻ ചെയ്തതല്ല, അല്ലാതെയും ലായനികളുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് വേർതിരിക്കാനുള്ള മെത്തേഡ്സാണ്. അതായത് പല മിശ്രിതങ്ങളെയും നമുക്ക് വേർതിരിക്കാനുള്ള മെത്തേഡ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്ലാസ്സിൽ മണ്ണ് ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മിശ്രിതത്തിലെ ഘടക വസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ. നമ്മൾ ചെളിവെള്ളം അത് ഊറ്റിയിട്ട് നമ്മളതിനെ പ്യുവറാക്കിയിട്ട് വേർതിരിക്കുന്നുണ്ടല്ലോ, അത് തെളിയൂറ്റലിന് എക്സാമ്പിളാണ് കേട്ടോ. അതായത് വസ്തുക്കളെ നമ്മൾ അടിയിച്ചിട്ട് ബാക്കി മുകൾ ഭാഗത്ത് ഇതിനെ ഊറ്റിക്കളയാം. അതാണ് തെളിയൂറ്റൽ എന്ന് പറയുന്നത്. അടുത്തതാണ് അരിക്കൽ. കണ്ടോ, ഇവിടെ അങ്ങനെ മണലരിക്കുന്നുണ്ട്, പൊടി അരിക്കുന്നുണ്ട്, അങ്ങനെ ഓരോരോ തരത്തിൽ അരിക്കൽ നടക്കുന്നുണ്ട് അല്ലേ. ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ. അത് നമ്മൾ മണലാണെങ്കിൽ വലിയ അരിപ്പയിൽ, പുട്ടുപൊടി എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ അരിപ്പയിലായിരിക്കും, ചായ ആണെങ്കിൽ അത് നമ്മൾ വേറെ അരിപ്പയിൽ. അപ്പോൾ അങ്ങനെ വിവിധ തരം അരിപ്പകൾ ഉപയോഗിച്ചിട്ട് ഘടക പദാർത്ഥങ്ങളെ വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ തെളിയൂറ്റൽ നമ്മൾ ചെളിവെള്ളം വേർതിരിക്കുന്ന പോലെ, അതേപോലെ അരിക്കൽ അരിപ്പ ഉപയോഗിച്ചിട്ട് അരിക്കുന്നത്. ഇനി നമ്മൾ ബാഷ്പീകരണം, ഇപ്പം നമ്മൾ ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം. അപ്പോൾ ആ ബാഷ്പീകരണം വഴി നമുക്ക് വേർതിരിക്കാം. ഇപ്പോൾ ഈ കടൽ വെള്ളം ത്തിന്ന് നമ്മൾ ഉപ്പുണ്ടാക്കുന്നുണ്ടല്ലോ, അത് ബാഷ്പീകരണം വഴിയാണ്. അതായത് ആ ദ്രാവക പദാർത്ഥം വെയിൽ കൊണ്ടിട്ട്, അതായത് താപം സ്വീകരിച്ചിട്ട് ബാഷ്പമായിട്ട് പോവും. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ഉപ്പ് അവിടെ അടിഞ്ഞുകൂടും. ആ ഒരു പ്രോസസ്സ് വഴിയാണ് ഉപ്പ് വേർതിരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇരുമ്പ് പൊടി വേർതിരിക്കൽ. ഇപ്പോൾ ഇരുമ്പ് പൊടി നമുക്ക് എങ്ങനെ വേർതിരിക്കാം? അത് നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. കാന്തിക വേർതിരിക്കൽ, കാന്ത സ്വഭാവം ഉള്ള വസ്തുക്കളെയാണ് നമ്മൾ കാന്തിക വേർതിരിക്കൽ വഴി വേർതിരിക്കുന്നത്. അതായത് കാന്തിക വസ്തുക്കൾ മാത്രം ആ കാന്തത്തിൽ അറ്റാച്ച് ചെയ്യും. അങ്ങനെ നമുക്ക് കാന്തിക വേർതിരിക്കൽ വഴി ഇതിനെ വേർതിരിച്ചെടുക്കാം, ഇരുമ്പ് പൊടീനെ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. വിവിധ തരം മിശ്രിതങ്ങളും ആ മിശ്രിതങ്ങളിൽ ഉള്ള മിക്സ്ചേഴ്സിനെ വേർതിരിക്കുന്ന മെത്തേഡ്സുമൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലെ ലാസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് രൂപത്തിനും ബലത്തിനും എന്നുള്ള ലെസണാണ്. 6th ലാസ്റ്റ് ലെസണാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ടും അസ്ഥികളെക്കുറിച്ചൊക്കെയാണ് പഠിക്കാനുള്ളത്.
ഓരോ ജീവികളും നമ്മൾ പുറന്തോടുകളുള്ള ജീവികളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ജീവികളെ തന്നെ നോക്കി നോക്കൂ. അവയ്ക്ക് എല്ലാത്തിനും ഒരു പുറന്തോടുണ്ട്, അതായത് കുറച്ച് ബലമുള്ള ഒരു പുറം കവറ് ഓരോന്നിനുണ്ട്. പൊച്ചായാലും വണ്ടായാലും ഞണ്ടായാലും അതേപോലെ തന്നെ ചെമ്മീൻ, കക്ക, ഇതിനെല്ലാത്തിനും ഒരു പുറന്തോട്, എക്സോസ്കെൽട്ടൻ എന്നാണ് അതിന് പറയുക. ശരീരത്തിന് പുറത്തുള്ള ഈ ആവരണങ്ങൾ, അതായത് ബാഹ്യാസ്ഥികൂടം, അതിനെയാണ് എക്സോസ്കെൽട്ടൻ എന്ന് പറയുന്നത്. ഇപ്പം മത്സ്യങ്ങളുടെയും ഉരകങ്ങളുടെയൊക്കെ ശരീരത്തിൻ്റെ പുറത്ത് ഇങ്ങനെയുള്ള എക്സോസ്കെൽട്ടൻ കാണുന്നുണ്ട്. അതേപോലെ തന്നെ പക്ഷികളുടെയൊക്കെ ആണെങ്കിൽ അവരുടെ തൂവലുകളിലും ജന്തുക്കളിലെ രോമങ്ങൾ, പശുക്കളിലെ കൊമ്പുകൾ, ഇവയിലെല്ലാം ബാഹ്യ അസ്ഥികൂടത്തിൻ്റെ ഒരു ഫീച്ചേഴ്സ് അതിലൊക്കെ കാണുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ഈ പുറന്തോടുകളുള്ള ജീവികൾ തന്നെ അവർ പല തരത്തിലുണ്ട്. ഇപ്പം നക്ഷത്രാമ, സ്വർണ്ണവണ്ട്, അതൊക്കെ നല്ല ഭംഗിയുള്ള പുറന്തോടുകളുള്ള ജീവികളാണ്. അതേപോലെ നമ്മൾ നല്ല ചുവന്ന കളറിലുള്ള വണ്ടിനെയൊക്കെ കാണാം അല്ലേ. അപ്പം അത്രയും ഭംഗിയുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള പുറന്തോടുകളുള്ള ജീവികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പുറന്തോടുകൾ അവയ്ക്കൊരു രൂപം അതായത് അവയ്ക്കൊരു രൂപം നൽകൽ മാത്രമല്ല, അവരുടെ ഒരു സംരക്ഷണം കൂടെയാണ് ഈ പുറന്തോടുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശരീരത്തിൻ്റെ പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെയാണ് നമ്മൾ ബാഹ്യ അസ്ഥികൂടം അല്ലെങ്കിൽ എക്സോസ്കെൽട്ടൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പശു, ആട് തുടങ്ങിയ ജീവികളൊക്കെ അസ്ഥികൂടങ്ങൾ ശരീരത്തിൻ്റെ ഉള്ളിലാണ് കാണുക അല്ലേ. അപ്പം നമ്മൾ ഈ മനുഷ്യന്മാരിലാണെങ്കിലും അസ്ഥികൂടം ഉള്ളിലാണ് കാണുക. അപ്പോൾ അതിനെയാണ് നമ്മൾ എൻഡോസ്കെൽട്ടൻ എന്ന് പറയുക, ആന്തരിക അസ്ഥികൂടം. അപ്പോൾ ആന്തരിക അസ്ഥികൂടവും ബാഹ്യ അസ്ഥികൂടവും രണ്ട് തരത്തിലുണ്ട്. അപ്പോൾ ചില ജീവികൾക്ക് ആന്തരിക അസ്ഥികൂടമായിരിക്കും, ചിലതിന് ബാഹ്യ അസ്ഥികൂടമായിരിക്കും. ചിലതിന് ആന്തരിക അസ്ഥികൂടമുണ്ട്, ബാഹ്യ അസ്ഥികൂടമുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ആമയൊക്കെ ആണെങ്കിൽ ആമയ്ക്കൊക്കെ ബാഹ്യ അസ്ഥികൂടമുണ്ട്, ആന്തരിക അസ്ഥികൂടമുണ്ട്. നോക്കി നോക്കൂ, ആമയുടെ പുറത്തുള്ള ഒരു പുറന്തോടും ഉണ്ട്, അതിനുള്ളിലും അസ്ഥികൂടമുണ്ട്. അതേപോലെ തന്നെ ഈ അസ്ഥികൾ നമ്മുടെ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നുണ്ട്, അതേപോലെ ചലനത്തിനും സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇത് അസ്ഥികൂടങ്ങൾ, അവരുടെ ആന്തരിക അസ്ഥികൂടങ്ങളുടെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് ഓരോരോ ജീവികളുടെ. അപ്പം അതൊന്ന് ജസ്റ്റ് നോക്കി നോക്കുക. ഇപ്പം മുതലയൊക്കെ നോക്കി നോക്കുക, അതിന് ആന്തരിക അസ്ഥികൂടമുണ്ട്, ബാഹ്യ അസ്ഥികൂടമുണ്ട്. ഇനി മനുഷ്യ ശരീരത്തിലെ വിവിധ അസ്ഥികളെ കുറിച്ചാണ് പറയാൻ പോണത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ തലയോട് നോക്കി നോക്കുക. നമ്മുടെ തലച്ചോറിനെ സംരക്ഷിക്കാനുള്ള അസ്ഥിയാണ് തലയോട്. അതോടെ തലയോട്ടിയിൽ കീഴ്ത്താടി എല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യം ഉള്ളത്, ബാക്കിയെല്ലാം ചലന സ്വാതന്ത്ര്യം ഇല്ലാത്ത അസ്ഥികളാണ് തലയോട്ടിൽ വരുന്നത്. പിന്നെ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥി എന്ന് പറയുന്നത് കീഴ്ത്താടി എല്ലുകളാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ശാസ്ത്രനാമം മാൻഡിബിൾ എന്നാണ് കേട്ടോ, കീഴ്ത്താടി എല്ലിൻ്റെ. ഇനി വാരിയെല്ലുകളാണ് അടുത്ത പിക്ചർ കൊടുത്തിരിക്കുന്നത്. വാരിയെല്ല് നമ്മുടെ ശ്വാസകോശം, ഹൃദയം, അതിനെയൊക്കെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ് ഈ വാരിയെല്ലുകൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കയ്യിലെ എല്ലുകളുണ്ട്. കയ്യിലെ എല്ലുകൾ നമ്മളുടെ നട്ടെല്ല്, ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് 300 അസ്ഥികൾ ഉണ്ടായിരിക്കും. അത് പ്രായപൂർത്തിയാവുമ്പോൾ അത് 206 മാറുകയാണ് ചെയ്യുക. അപ്പം മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 206. അത് കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് 300 ആയിരിക്കും, വലുതാവുമ്പോഴാണ് അത് 206 ചുരുങ്ങുന്നത്. അപ്പോൾ ഈ അസ്ഥികൾ പല വിധത്തിലുണ്ട് പറഞ്ഞു. തലയോട്, വാരിയെല്ല്, നട്ടെല്ല്, മറ്റെല്ലുകൾ, അങ്ങനെ ആകൃതിയിലും വലുപ്പത്തിലും എല്ലാത്തിലും അവ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ അസ്ഥികളുടെയും ഉപയോഗങ്ങൾ നമുക്ക് മൊത്തത്തിൽ തലയോടിൽ എത്ര അസ്ഥികളുണ്ട്, വാരിയെല്ലിൽ എത്ര ഉണ്ട്, കാലിൽ, കയ്യിൽ, അരക്കെട്ടിൽ, ഇതിലൊക്കെ എത്ര ഉണ്ട് എന്ന് നോക്കാം. അപ്പോൾ തലയോടിൽ ടോട്ടൽ 22 അസ്ഥികളാണുള്ളത്, വാരിയെല്ലിലാണെങ്കിൽ 24.
നമ്മൾ റിബ്സ് 12 പെയേഴ്സ് ഓഫ് റിബ്സ് ആണ്, അതായത് വാരിയെല്ലുകൾ 12 പെയറാണ്. അപ്പോൾ 24 ആണ് ടോട്ടൽ ഉള്ളത്. പിന്നെ ഓരോ കാലിലും 30 അസ്ഥികളുണ്ട്. അതേപോലെ കയ്യിൽ 32 അസ്ഥികളാണ്. പിന്നെ അരക്കെട്ടിൽ 2 എണ്ണം, നട്ടെല്ലിൽ 33, വെർട്ടിബ്രേ 33 ആണ് നമ്പർ. പിന്നെ മാറല് ഒരെണ്ണം. അപ്പോൾ ഇത്രയും അസ്ഥികളാണ് നമ്മളുടെ ശരീരത്തിൽ. മൊത്തത്തിൽ 206 അസ്ഥികൾ. അപ്പോൾ ഈ അസ്ഥികളെ കൂടാതെ നമ്മളുടെ ചെവി, മൂക്ക് ഇതൊക്കെ ഉണ്ടല്ലോ, അതൊരു പ്രത്യേക തരം ഇതാണ്. അതിനാണ് നമ്മൾ കാർട്ടിലേജ്, തരുണാസ്ഥികൾ എന്ന് പറയുന്നത്. അതായത് അസ്ഥികളുടെ അത്രയും ബലമില്ല, എന്നാൽ കുറച്ചൊക്കെ ബലമുള്ള സ്ഥാനങ്ങളാണ്. അതിനെയാണ് നമ്മൾ കാർട്ടിലേജ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ചലിപ്പിക്കാൻ കഴിയുന്ന ഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഓരോ തരം അസ്ഥികളുണ്ട് അല്ലേ. അപ്പം നമ്മളുടെ 206 അസ്ഥികളിൽ മൊത്തത്തിൽ നമ്മൾ 2ആയിട്ട് തരംതിരിക്കും. അക്ഷാസ്ഥികൂടവും അനുബന്ധാസ്ഥികൂടവും. ഇതിൽ അക്ഷാസ്ഥികൂടത്തിൽ 80 അസ്ഥികളാണ് ഉള്ളത്. പിന്നെ ബാക്കി വരുന്നതാണ് അനുബന്ധാസ്ഥികൂടത്തിൽ വരുന്നത്. പിന്നെ നമ്മൾ ചലനങ്ങൾക്ക് സഹായിക്കുന്ന അസ്ഥികളുണ്ട് എന്ന് പറഞ്ഞു. അതായത് ഓരോ ഭാഗവും നമ്മളുടെ തോള്, കൈയൊക്കെ ചലിക്കാൻ സഹായിക്കുന്ന ജോയിൻസ് ഉണ്ടല്ലോ, അതിലൊക്കെ അസ്ഥികളുണ്ട്. അപ്പോൾ ആ ജോയിൻസിൽ ഓരോ ജോയിൻസിലും വരുന്നത് ഏതൊക്കെ അസ്ഥികളാണെന്ന് നോക്കാം. അപ്പം നമ്മളുടെ ശരീരത്തിൽ ഗോളര സന്ധി എന്ന് പറഞ്ഞിട്ട് ഒരു സന്ധിയുണ്ട്. നമ്മുടെ തോളെല്ലിൽ, ഇടുപ്പെല്ലിലൊക്കെ കാണുന്നതാണ് ഗോളര സന്ധി. അതായത് നമ്മൾ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് പറയും. ഒരു ബോൾ ഒരു സോക്കറ്റിൽ തിരികെ വെച്ചിട്ട് പോലെയുള്ള ഒരു അസ്ഥിയാണത്. അപ്പോൾ ആ സോക്കറ്റിൽ കടന്നിട്ടത് വട്ടം കറങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളതാണ് ഈ ഗോളര സന്ധി എന്ന് പറയുന്നത്. ഒരു ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ ഇങ്ങനെ തിരിയുന്നതാണ്. പിന്നെ അടുത്തത് വരുന്നതാണ് വിജാഗിരി സന്ധി. ഇത് നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലൊക്കെ വരുന്നതാണ് ഹിഞ്ച് ജോയിൻറ്റ്. വിജാഗിരി പോലെ 2 ഭാഗത്തേക്കും ചലിപ്പിക്കാം. നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല, 2 ഭാഗത്തേക്കും ചലിപ്പിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലും. പിന്നെ പിവോട്ട് ജോയിൻറ്റ്, കീലസന്ധി. ഇത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്നതാണ് കീലസന്ധി. അതായത് നമുക്ക് ചലിപ്പിക്കാൻ പറ്റും, പക്ഷേ റെസ്ട്രിക്റ്റഡ് മൂവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ അസ്ഥി മറ്റൊന്നിൽ 2 ദിശകളിലേക്ക് ഇങ്ങനെ തിരിക്കാം. നമുക്ക് മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല, 2 ദിശകളിലേക്കും തിരിക്കാൻ പറ്റുന്നതാണ് ഈ കീലസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ സന്ധികൾ: ഗോളരസന്ധി, വിജാഗിരി സന്ധി, കീലസന്ധി. അപ്പോൾ ഈ സന്ധികൾ നമ്മളെ മൂവ്മെൻറ്റ്സിന് സഹായിക്കുന്നതാണ് ഈ ജോയിൻസിൽ വരുന്ന ഈ സന്ധികൾ. ഓക്കെ, ഇനി നമ്മളുടെ അസ്ഥികളൊക്കെ പൊട്ടാറുണ്ട് അല്ലേ. അപ്പോൾ അസ്ഥികൾ പൊട്ടുന്ന ടൈമിൽ അത് എല്ലാവരും ഒരേപോലത്തെ പൊട്ടലായിരിക്കില്ല. അസ്ഥിഭംഗം. എന്താണ് അസ്ഥിഭംഗം? അസ്ഥി ഒടിയുക, അതായത് ശക്തമായ ആഘാതം ഏൽക്കുന്നത് അസ്ഥി പൊട്ടുന്നതിനോ അസ്ഥികളിൽ വിള്ളലുണ്ടാവുന്നതിനോ കാരണമാകാം. അസ്ഥി ഒടിയുന്നതിനെയാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത്. ചില സമയത്ത് അസ്ഥികൾ സ്ഥാനം തെറ്റാറുണ്ട്, അതിനാണ് സ്ഥാനഭ്രംശം എന്ന് പറയുക. അപ്പോൾ അസ്ഥി ഒടിയലും അസ്ഥിയുടെ സ്ഥാനഭ്രംശം വെവ്വേറെയാണ്. അസ്ഥികൾ പൊട്ടുന്നതാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ അസ്ഥി പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന്, സ്പ്ലിൻറ്റ് വെക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തെങ്കിലും മരോ പ്ലാസ്റ്റിക്കോ ലോഹോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു താങ്ങ് പലക പോലെ കൈകാലുകളിലെ ഒടുവുള്ള എല്ല് ചലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഉറപ്പിക്കുന്നതാണ് സ്പ്ലിൻറ്റ് എന്ന് പറയുന്നത്. അതായത് ആ ഒടിഞ്ഞ എല്ല് ഇളകാത്ത തരത്തിൽ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ടും വേണമെങ്കിൽ സ്പ്ലിൻറ്റ് കെട്ടി നോക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് സ്പ്ലിൻറ്റ് വെക്കൽ. അപ്പോൾ നമ്മൾ ഒടിഞ്ഞ എല്ലിന് മാക്സിമം റെസ്റ്റ് കൊടുക്കാൻ പാകത്തിനായിരിക്കണം അത് കെട്ടേണ്ടത്. അപ്പം ഇനി നമ്മുടെ അസ്ഥികളുടെ കാഠിന്യത്തിനൊക്കെ നമ്മൾ കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. അപ്പോൾ കുട്ടികളിൽ കൂടുതൽ കാൽഷ്യം ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വീഴുമ്പോഴേക്ക് തന്നെ അസ്ഥിഭംഗം ഉണ്ടാവില്ല. അപ്പോൾ കാൽഷ്യം ഫോസ്ഫേറ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 6th സ്റ്റാൻഡേർഡിലെ ലെസൺസ്. ഇനി നമുക്ക് 7th സ്റ്റാൻഡേർഡിലെ ലെസൺസ് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.